ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിനെതിരായി പുതിയൊരു കറൻസി കൊണ്ടുവരാൻ നീക്കം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പം അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആകാൻ പോകുന്ന ട്രംപ് അതിനെതിരെ എക്സിൽ ഒരു കുറിപ്പിട്ടേക്കുന്നു. അതായത് അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ രാജ്യങ്ങൾക്കെതിരെ 100% തീരുവ വർദ്ധിപ്പിക്കും. മാത്രമല്ല ട്രേഡിനായിട്ട് മറ്റ് സക്കർമാരെ തേടേണ്ടി വരും. വളരെ മോശമായ ഭാഷയിലാണ് അത്തരം ഒരു പ്രതികരണം എന്നൊരു വിമർശനമുണ്ട്. അതെ, മോശം ഭാഷയൊക്കെ ട്രംപിൻ്റെ ഒരു സ്റ്റൈലാണ്. ഭാഷയുടെ സ്റ്റൈലൊക്കെ വിടുക. ട്രംപിന് ഈ പറഞ്ഞൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാണ് ഈ 100% ഞാൻ ടാക്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ എവിടെയാണ് അമേരിക്ക സ്വന്തം സാധനം ഉണ്ടാക്കി സ്വയം കച്ചവടം ചെയ്യാൻ പോകുന്നത്? അതൊക്കെ ഇങ്ങനെ വന്ന ദേഷ്യത്തിനങ്ങ് പറയുന്നതാണ്. അമേരിക്കയുടെ ഡോളർ എന്ന കറൻസി അതാണ് ലോക കറൻസിയായിട്ട് അറിയപ്പെടുന്നത്. അതിൻ്റെ പുറത്താണ് അമേരിക്ക ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്നൊക്കെ പറയുന്നത്. അമേരിക്കയ്ക്ക് ഡോളർ പ്രിൻ്റ് ചെയ്യാൻ ഒരു ഫോർമുലയോ കണക്കോ കുമ്മട്ടിക്കോ ഒന്നും വേണ്ട. ആവശ്യം വരുമ്പോൾ ചുമ്മാ അങ്ങ് ഡോളർ പ്രിൻ്റ് ചെയ്യും. ഇതാണ് അമേരിക്ക ചെയ്യുന്നത്. ആ ഡോളർ വാങ്ങാൻ അന്താരാഷ്ട്ര തലത്തിൽ ആളുണ്ട്. അതാണ് അതിൻ്റെ ബലം. അപ്പോൾ ഇത് എത്രയോ കാലമായി മറ്റ് രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവരുടെ ഈ എക്കണോമിക് ഹെജിമണി. അപ്പം അത് ചലഞ്ച് ചെയ്യപ്പെടും എന്നുള്ളത് തീർച്ചയായിരുന്നു. അതിന് ആദ്യം മറ്റ് രാജ്യങ്ങൾ ചെയ്ത് അവരവരുടെ കറൻസിയിൽ ട്രേഡ് നടത്താൻ തുടങ്ങി. അങ്ങനെയാണ് റുപ്പി റൂബിൾ ട്രേഡ് നമ്മളും റഷ്യയും തമ്മിൽ. നമ്മൾ രൂപ കൊടുക്കും, അവർ റൂബിൾ തരും. അങ്ങനെ. പക്ഷേ നമ്മളെ വിദേശ നാണ്യ ശേഖരം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഡോളറിനെയാണ്. വിദേശ നാണ്യം എന്ന് പറഞ്ഞാൽ ഡോളറാണ്. റൂബിളോ ഒമാനി റിയാലോ ഒന്നും വിദേശ നാണ്യമല്ല. അതിന് തുല്യമായ ഡോളർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമ്മളുടെ അസറ്റായിട്ട് നമ്മൾ കാണിക്കും. പക്ഷേ ആ കറൻസി അംഗീകരിക്കില്ല. ഈ സാധനത്തെ, ഈ ഇക്വേഷനെ ഇന്നല്ലെങ്കിൽ നാളെ ലോകം ചലഞ്ച് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതിന് അടിത്തറയിട്ടത് ആദ്യം എന്തൊക്കെ പറഞ്ഞാലും ചൈനയാണ്. ഈ അമേരിക്ക വലിയൊരു അബദ്ധം കാണിച്ചു. ഒബാമയുടെ കാലത്താണ് അത് കൂടുതൽ ചെയ്തത്. ഈ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ചൈനയിലേക്ക് മാറ്റി. ചൈനയിൽ നിസ്സാര ശമ്പളമാണ്, കഴുതയെ പോലെ പണിയെടുക്കണം, സ്വാതന്ത്ര്യമില്ലല്ലോ. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വില കുറയ്ക്കാം. അപ്പോൾ അമേരിക്കൻ കമ്പനികളെല്ലാം വ്യാപകമായിട്ട് ചൈനയിലേക്ക് അവരുടെ ഉൽപ്പാദനം മാറ്റി. അങ്ങനെ ഈ ഐഫോണിൻ്റെ ഏറ്റവും വലിയ കമ്പനി ചൈനയിലായിരുന്നല്ലോ. അതെ. പിന്നെ അവിടെ നിന്ന് ക്ലോസ് ചെയ്തു, ഇന്ത്യയിലേക്ക് വന്നു, ഇന്ത്യയിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മാനുഫാക്ചറിങ് മാറ്റിക്കഴിഞ്ഞപ്പോൾ ചൈന അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുകയും അവരുടെ സ്വന്തം മാനുഫാക്ചറിങ് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ചൈന ഒരു വൻ ശക്തിയായി, സാമ്പത്തിക ശക്തിയായിട്ട് മെല്ലെ വളരാൻ തുടങ്ങി. റഷ്യയും തിരക്കേടില്ലാതെ വന്നു. ഇവർ രണ്ടുപേരും നിൽക്കുമ്പോഴാണ് ഇന്ത്യ ആ ശരവേഗത്തിൽ കുതിച്ചു വരുന്നത്. ഈ കൊറോണ വന്നപ്പോൾ എല്ലാ രാജ്യങ്ങളും പിന്നോട്ടടിച്ചെങ്കിലും ഭാരതത്തിന് സാരമായ പരിക്കൊന്നും പറ്റിയില്ല. GDP-യിൽ കുറവുണ്ടായി, പക്ഷേ എന്നാലും ഭാരതം പിടിച്ചു നിന്നു. വലിയ മേജർ പ്രശ്നങ്ങളില്ലാതെ പിടിച്ചു നിന്നൊരു രാജ്യം ഭാരതമാണ്. അപ്പോൾ പോസ്റ്റ് കൊറോണ വളർച്ചയിൽ ഭാരതം ഒന്നാമതെത്തി. മറ്റുള്ളതൊക്കെ GDP 2%, 3% വളർച്ചയിൽ നിൽക്കുമ്പോൾ ഭാരതത്തെ കുറ്റം പറയുന്ന ആൾക്കാരുടെ കണക്കിൽ പോലും ഭാരതം 5.2% വന്നു. ഒഫീഷ്യലി നമ്മൾ റിലീസ് ചെയ്ത ഫിഗർ അനുസരിച്ച് നമ്മൾ 7.8% മറ്റാണ്. ബട്ട് നമ്മളെ കുറ്റം പറയുന്നവർ, നെഗറ്റീവ് മാത്രം പറയുന്നവർ പോലും 5.2 ഉണ്ട് എന്ന് സമ്മതിക്കുന്ന അവസ്ഥയായി. അപ്പോൾ ഭാരതം, ചൈന, റഷ്യ ഇവർ മേജർ ഫോഴ്സസ് ആയിട്ട് വന്നു. അപ്പോഴാണ് ഈ ബ്രിക്സിൻ്റെ ഉദയം. ബ്രസീൽ വലിയൊരു രാജ്യമാണ്. ഈ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ബ്രിക് ഇതാണ്. പിന്നെ സൗത്ത് ആഫ്രിക്ക. ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏകദേശം 45% ഭൂമി ബ്രിക്സ് രാജ്യങ്ങളിലായിട്ട് മാറി. സത്യമല്ലേ? അതെ, വലിയ രാജ്യങ്ങളെല്ലാം. അതെ. ബ്രസീലിൻ്റെ വലിപ്പം എന്താ? സൗത്ത് ആഫ്രിക്കയുടെ വലിപ്പം എന്താ? ഇന്ത്യയുടെ വലിപ്പം, ചൈനയുടെ വലിപ്പം, റഷ്യയുടെ വലിപ്പം കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം വരുന്ന ഭൂവിഭാഗത്തിൻ്റെ വലിപ്പം അതിഭീകരം.
ഇനി ജനസംഖ്യ നോക്കിയാലോ, ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ഇവരാണ്. ജനസംഖ്യയിൽ ഇപ്പം നമ്പർ 1 നമ്മളാണ്. നേരത്തെ നമ്പർ 1 ചൈനയായിരുന്നു. നമ്മളും ചൈനയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത്രയും വരുന്ന ജനസംഖ്യ ഒരുപക്ഷേ ഈ സൗരയൂഥം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അത്രയും വലിയ ജനസംഖ്യകളിൽ ഇപ്പോൾ ഇത്രയും വലിയ ജനസംഖ്യയും ഇത്രയും വലിയ ഭൂവിസ്തൃതിയും ചേർന്ന ഒരു ഫോഴ്സ് അമേരിക്കയ്ക്ക് വലിയൊരു പേടി സ്വപ്നമാണ്. അമേരിക്ക അവരുടെ G7 ക്ലബ്ബ് എന്ന് പറഞ്ഞ് നടത്തി. ഇപ്പോൾ ഡോക്ടർ ജയശങ്കറോട് ഒരു പത്രസമ്മേളനത്തിൽ വിദേശ ലേഖകൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ ഈ ബ്രിക്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബും കൊണ്ട് നടക്കുന്നത്? പുച്ഛത്തോടെയാണ്. ജയശങ്കർ പറഞ്ഞു, നിങ്ങളുടെ ഒരു ക്ലബ്ബില്ലേ G7 ക്ലബ്ബ്, അതുപോലെ വേറൊരു ക്ലബ്ബാണ് ഞങ്ങളുടെ. തീർന്നില്ല. അപ്പോൾ അത് അത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം G7 അങ്ങ് തള്ളി പറഞ്ഞത്. ഇപ്പോൾ G7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് 7, അതാണ് ഈ G. പലർക്കും ഈ G എന്താണെന്ന് അറിഞ്ഞോളൂ. ഗ്രേറ്റ് 7 അങ്ങനെയാണ് അവർ പറയുന്നത്. അതെ, അതിൻ്റെ ലോങ് ഫോം അതാണ് ഗ്രേറ്റ് 7. G20 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് 20. അത് ലോകത്തിലെ ഗ്രേറ്റ് ആയിട്ടുള്ള 7 രാജ്യങ്ങൾ ചേർന്ന് G7. അപ്പോൾ ഈ G എടുക്കണ്ടെന്ന് ഇവർ വിചാരിച്ചു, ബ്രിക്സ് മതി. അങ്ങനെയാണ് ബ്രിക്സിൽ. ഇപ്പോൾ ബ്രിക്സിൽ 35 രാജ്യങ്ങളും മറ്റും ഉണ്ട്. സൗദി അറേബ്യ ചേർന്നു, UAE ചേർന്നു, ഇറാൻ ചേർന്നു, മറ്റ് പലരും ചേർന്നു. ഇവർ ചേർന്നിട്ട് ഇവരൊരു ബ്രിക്സ് കറൻസി ഉണ്ടാക്കിയാൽ അത് ഡോളറിന് ഒരു യഥാർത്ഥ ത്രെറ്റാണ്. ഈ രാജ്യങ്ങളൊക്കെ ചേർന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഡോളറിനെ അംഗീകരിക്കുന്നില്ല. ഡോളർ ഒരു ലോക്കൽ കറൻസി. അമേരിക്കൻ ഡോളർ, ഓസ്ട്രേലിയൻ ഡോളർ, ശ്രീലങ്കൻ റുപ്പി, ഇന്ത്യൻ റുപ്പി, ഇന്നിങ്ങനെയൊക്കെ പറയുന്ന വിലയെ ഈ ഡോളറിന് ഉള്ളൂ എന്ന് തീരുമാനിച്ചാൽ അന്ന് തീരും അമേരിക്കയുടെ ഈ സാമ്പത്തിക ശക്തി എന്ന് പറയുന്ന ഏർപ്പാട്. ബട്ട് അത് എളുപ്പമൊന്നുമല്ല കേട്ടോ. അസാമാന്യമായ പിടിപാടാണ് എക്കണോമിക്സിൽ അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഡീപ്പ് റൂട്ടഡാണ് അവരുടെ ശക്തി. അവരെ വെല്ലുവിളിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ അവരെ വെല്ലുവിളിക്കാൻ ആലോചിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവർക്ക് സഹിക്കുന്നില്ല. അതാണ് ട്രംപ് തെറി പറഞ്ഞത്. ട്രംപ് അശ്ലീലമൊക്കെ പറയുകയില്ല. എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല. ആ മനുഷ്യൻ അങ്ങനെയൊക്കെയാണ്. ഞാനതുകൊണ്ടാണ് ഈ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ലോകത്തെല്ലാം നല്ലത് സംഭവിക്കും അങ്ങനെയൊന്നുമില്ല. ട്രംപിന് അങ്ങേരുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് വലുത്. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും എന്നുള്ളതല്ലാതെ അമേരിക്കയാണ് ഫസ്റ്റ് ട്രംപിന് ആവശ്യം. അമേരിക്കയുടെ കറൻസിയെ ത്രെട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ സർവാധിപത്യത്തെയാണ് ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ ഡോളർ ചലഞ്ച് ചെയ്യുന്നതിലൂടെ. അതുകൊണ്ട് ജോ ബൈഡനോ ബിൽ ക്ലിൻ്റനോ ഒബാമയോ ഒക്കെ നല്ല ഭാഷയിൽ പറഞ്ഞ കാര്യം ട്രംപ് ഒരല്പം ചീത്ത ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ബട്ട് ഇത് കേട്ടിട്ട് ആരും പരിഭ്രമിക്കാനോ ബ്രിക്സ് പിരിച്ചുവിടാനോ ഒന്നും പോകുന്നില്ല. ട്രംപിൻ്റെ ഈ വാചകം കൊണ്ട് ട്രംപിന് പിടിച്ചു നിൽക്കാനും സാധ്യമല്ല. 100% ഡ്യൂട്ടി ഏർപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരുമായിട്ട് കച്ചവടം വേണ്ടാന്ന് വയ്ക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുമെന്നാണ്. അത് ഇവിടെ ഒരു സംശയം തോന്നി, ചൈനയുടെ കറൻസി യുവാൻ. അപ്പോൾ ചൈന ബ്രിക്സിൻ്റെ ഒരു കറൻസിയായിട്ട് യുവാനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് തന്നെ ട്രംപിനും അറിയാം. കാരണം ഷീ ജിൻപിങ്ങുമായിട്ട് ട്രംപിന് അത്ര ഇഷ്ടമൊന്നും അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കൊണ്ടുവരികയും ഒരു 2045-48 ആകുമ്പോഴത്തേക്കും അമേരിക്കയെ മറികടക്കാനായിട്ട് ചൈനയ്ക്ക് പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ GDP ചൈന ഒത്തിരി മുന്നിലുമാണ്. അതുകൊണ്ട് ഈ യുവാനെ കൊണ്ടുവരാനായിട്ട് ചൈന ചില ശ്രമങ്ങൾ നടത്തുന്നു. ഇന്ത്യയും റഷ്യയും പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ലേ അവരുടെ പ്രശ്നം. അതിനെ ആരും സപ്പോർട്ട് ചെയ്യില്ല. ഇന്ത്യ, റഷ്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, എസ്പെഷ്യലി ഇറാൻ, സൗദി അറേബ്യ, UAE ഇവരാരും തന്നെ യുവാൻ കോമൺ കറൻസിയാക്കാൻ സമ്മതിക്കില്ല. കോമൺ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരുടെയും അല്ലാതെ പുതിയൊരു കറൻസി. ഇപ്പോൾ യൂറോ എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയില്ലേ, യൂറോപ്യൻ രാജ്യം. അതെ, എല്ലാ രാജ്യങ്ങളും ചേർന്നിട്ട് കോമൺ കറൻസി യൂറോ. ഇപ്പോൾ ഡോളർ കഴിഞ്ഞാൽ യൂറോയ്ക്കായിരുന്നല്ലോ യൂറോ. അതുപോലെ ഒരു കറൻസിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ചൈനയുടെ ഹെജിമണിയല്ല. ചൈന അത് കെയർഫുള്ളി ചെയ്തിട്ടുണ്ട്. ചൈന കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് പലതവണ പല ലേഖനങ്ങളിലൂടെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ എക്സ്പെർട്സ് എഴുതുന്ന ലേഖനങ്ങളാണ്. പക്ഷേ ചൈനയുടെ മൈൻഡാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു മൾട്ടി പോളാർ വേൾഡാണ് ചൈന മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഒരു സിംഗിൾ പവറിന് കീഴിൽ ബാക്കിയുള്ളവർ കഴിയുക എന്നുള്ളതല്ല, ഈക്വൽ പവറുള്ള രാജ്യങ്ങളുടെ ഒരു ഡൈനാമിക്സ്. അതാണ് ലോകക്രമം ചൈന എൻവിസേജ് ചെയ്യുന്നത്.
ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ചൈനയെ എത്ര കണ്ട് വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പോൾ ഈ യൂണിറ്റി നിലനിർത്താനായിട്ട് ചൈന ചെയ്യുന്ന ചില കൺസെഷൻസാണിത്. അതുതന്നെയാണ് ചൈന നമ്മുടെ അതിർത്തിയിലും കാണിച്ചത്. അവർ 2020 ആ സമയത്തേക്ക് പിൻവലിഞ്ഞോളാം, പ്രീ 2020 പൊസിഷനിലേക്ക് പിൻവലിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു. തന്ത്രമാകാം. Why did they do that concession? They want to see that BRICS is undisturbed. So that അവർക്ക് അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ ഇപ്പം തന്നെ അവർ നന്നായിട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ട് അമേരിക്കയെ, ചൈന. ബട്ട് ഈ അമേരിക്കൻ ഹെജിമണി അത് ഇല്ലാതെയാക്കുക, അമേരിക്കയുടെ ഈ തമ്പുരാൻ, ഈ മാടമ്പി എന്നുള്ള സ്ഥാനം തെറിപ്പിക്കുക. അമേരിക്കയോട് വിരോധമൊന്നും ചൈനയ്ക്കില്ല, പക്ഷേ മാടമ്പിയാകാൻ സമ്മതിക്കില്ല. ആ ഒരു ഇതുണ്ട്. അപ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ ചൈനയ്ക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് റഷ്യയും നമ്മളെയൊക്കെ കൂട്ടുപിടിച്ചിരിക്കുന്നു. ഇത് നമുക്കും അറിയാം, റഷ്യയ്ക്കും അറിയാം, ബ്രസീലിനും ഒക്കെ അറിയാം. ചൈന ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളും ഈ കളിയിൽ ചേർന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഈ എണ്ണ മേടിച്ചപ്പോഴേ അതുപോലെ സൗദിയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിച്ചപ്പോൾ നമ്മൾ ഡോളറിനെ ഒഴിവാക്കിയിട്ട് ഇന്ത്യൻ റുപ്പിയിലേക്ക് നടത്തി, അതായത് പെട്രോ ഡോളറിനെ ഒഴിവാക്കി നടത്തി. അതൊക്കെ അമേരിക്കയ്ക്ക് റെഡ് സിഗ്നലായിരുന്നു ഇങ്ങനത്തെ ട്രേഡൊക്കെ. അന്നൊന്നും അവർ മിണ്ടിയില്ല. പക്ഷേ ഈ ബ്രിക്സ് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു മേജർ ഇതാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഭൂവിഭാഗവും ജനസംഖ്യയും നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മെജോറിറ്റിയാണ് ചൈന അമേരിക്കയെ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡേഞ്ചർ വന്ന് ആ ചൂട് തട്ടിയപ്പോഴാണ് ഇവർ മറ്റേതൊക്കെ അവർ ഡിസ്കൗണ്ട് ചെയ്തു, ശരി എന്തെങ്കിലുമൊക്കെ ചില്ലറ ചെയ്യുന്നു പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ 100% തീരുവ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചതാണ്. അങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കുന്നത്. അല്ല, അങ്ങനെ ചെയ്തിട്ട് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ കൊമേഴ്സ് നടക്കണ്ടേ? ഇപ്പോൾ അമേരിക്കയിൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് മുഴുവൻ 100% എക്സൈസ് ഡ്യൂട്ടി അമേരിക്ക പ്രഖ്യാപിക്കുന്നു. അതോടെ ഇന്ത്യൻ സാധനങ്ങളുടെ എല്ലാം വില അങ്ങ് കുതിച്ചു വരുന്നു. ആരും ഇന്ത്യൻ സാധനം വാങ്ങുന്നില്ല. ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ അങ്ങനെ തകർക്കില്ലേ നമ്മുടെ നമ്മൾ ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ നമുക്ക് വേറെ വാസ്തവത്തിൽ നമ്മളും ഇതേ സ്ട്രാറ്റജി എടുക്കുമല്ലോ. അവർ 100 പറയും, നമ്മളും 100 പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും? വാസ്തവത്തിൽ ഈ 140 കോടി ജനങ്ങളുടെ മാർക്കറ്റിനെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അമേരിക്കയേക്കാൾ എത്രയോ വലിയ കൺസ്യൂമർ മാർക്കറ്റാണ് നമ്മളെ. അമേരിക്കൻ ഗുഡ്സ് വിറ്റഴിയുന്നത് കൂടുതലും ഇന്ത്യയിലല്ലേ. അതെ. നമ്മളുടെ ഈ ബാലൻസ് ഓഫ് ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നെഗറ്റീവിൽ നിൽക്കുകയും അമേരിക്ക പോസിറ്റീവിൽ നിൽക്കുകയുമാണ്. ഈ സംഭവം അമേരിക്ക ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് തന്നെയാണ് ദോഷം. അതുകൊണ്ട് പറയാനൊക്കെ എളുപ്പമാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ട്രംപിൻ്റെ ഒരു ഭീഷണിയാണെന്ന് മാത്രം നമുക്ക് കരുതാം അല്ലേ? അങ്ങനത്തെ ഒരു ഭ്രാന്തനാണ് ട്രംപ്. അത് വായി തോന്നുന്ന വിളിച്ചു പറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.